വെരിക്കോസ് വെയിൻ ശസ്ത്രക്രിയകൾ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്? എന്നോട് പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജി മാത്യു, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രത്തിലെ കൺസൾട്ടൻറ്റ് സർജനാണ്. വെരിക്കോസ് വെയിൻ സർജറീസിൻ്റെ കോംപ്ലിക്കേഷനെ പറ്റി ചോദിച്ചാൽ ഒറ്റ ഉത്തരം, അതൊട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സർജറീസാണ് എന്നുള്ളതാണ്. ഒരു സർജറി എന്ന് പോലും അതിനെ വിളിക്കേണ്ട ആവശ്യമില്ല, അതൊരു പ്രൊസീജിയറാണ്. ഒരു സമയത്ത് നമുക്ക് ഓപ്പൺ സർജറീസ് ആയിരുന്നു. അതിൽ കാലിൽ നാഭി തൊട്ട് താഴോട്ട് പല പല ഇൻസിഷൻസ് ഇട്ട് അതുവഴി ഞരമ്പിനെ വലിച്ചു കളഞ്ഞ് ബാക്കി ഞരമ്പുകൾ കെട്ടി പല മുറിവുകളോടുകൂടി രോഗി പുറത്തു വരുന്ന സർജറിയുടെ കാലം ഇന്ന് ഏകദേശം കഴിഞ്ഞു. ഈ സർജറീസ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് മാത്രമേ ഇപ്പോൾ ഓപ്പൺ സർജറീസ് നടക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ സാധാരണമായിട്ട് നടക്കുന്ന സർജറീസ് എല്ലാം എൻഡോവീനസ് സർജറീസ് ആണ്. എൻഡോവീനസ് സർജറീസ് എന്ന് വെച്ചാൽ നമ്മളൊരു നീഡിൽ ഇഞ്ചുറി പോലെ ഒരു നീഡിൽ പ്രിക്കിനകത്തുകൂടെ വെയിനിനുള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ വെയിനിനുള്ളിൽ നടത്തുന്ന സർജറീസിനാണ് എൻഡോവീനസ് സർജറീസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതുപോലെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ RFA, എൻഡോവീനസ് ലേസർ അബ്ലേഷൻ EVLA, പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്ന എൻഡോവീനസ് സൈൻ ആക്രിലേറ്റ് ഗ്ലൂ സർജറി, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വീനാസീൽ എന്നറിയപ്പെടുന്ന സർജറി. ഇതിൽ വെയിനിനകത്തേക്ക് ഒരു ഗ്ലൂ കടത്തിവിട്ട് ആ ഗ്ലൂ കാരണം ആ വെയിൻ കംപ്ലീറ്റ്ലി സോൾഡിഫൈ ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയർ. എൻഡോവീനസ് ക്ലിയറോതെറാപ്പി, ഇതൊക്കെയാണ് എൻഡോവീനസ് സർജറീസിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ സർജറീസിൻ്റെ എല്ലാം ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുറിവുകൾ ഉണ്ടാവില്ല. ഒരു നീഡിൽ വഴിയാണ്, ഒരു നീഡിൽ പ്രിക്കിൻ്റെ മുറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 24 മണിക്കൂർ മാത്രം ആശുപത്രിയിൽ സ്റ്റേ ചെയ്താൽ മതി. ഇവിടെ ഞങ്ങൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു അനസ്തീഷ്യയിലാണ് ഈ സർജറീസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ നീഡിൽ പ്രിക്കിൻ്റെ ആ വേദന പോലും രോഗി അറിയുന്നുണ്ടാവില്ല. വളരെ കംഫർട്ടബിളായിട്ട് സർജറി അണ്ടർഗോ ചെയ്തിട്ട് 24 അവേഴ്സിനകത്ത് രോഗിക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ രോഗിക്ക് സ്വന്തം ജോലിയിലേക്ക് തിരിച്ചു പോകാം വിത്തൗട്ട് എനി പെയിൻ ഓർ എനി സിംറ്റംസ്. ഒരേ ഒരു കാര്യം, രോഗിക്ക് കാലിൽ ഒരു കംപ്രഷൻ ഗാർമെൻറ്റ്, അത് ഒരു ബാൻഡേജ് ആകാം അല്ലെങ്കിൽ ഒരു കംപ്രഷൻ സ്റ്റോക്കിംഗ് ആകാം, അങ്ങനെ ഒരു ഗാർമെൻറ്റ് ഈ രോഗിക്ക് ഓപ്പറേഷന് ശേഷം കാലിലുണ്ടാവും. നമ്മളത് മനസ്സിലാക്കേണ്ടത്, വെരിക്കോസ് വെയിൻ സർജറിയിൽ ആ സമയത്ത് പ്രവർത്തിക്കാത്ത വാൽവുകളുടെ സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ അങ്ങനെ ഒരു കംപ്രഷൻ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നോർമലായിട്ടിരിക്കുന്ന വാൽവുകൾ പിന്നീട് വീണ്ടും ഓപ്പൺ ചെയ്ത് ചെറിയ ചെറിയ വെരിക്കോസ് വെയിനുകൾ അവിടെ ഇവിടെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെപ്പോഴും ഓർക്കണം, വെരിക്കോസ് വെയിൻ ഡയബറ്റീസ് പോലെ ഒരു രോഗമാണ്. ഈ രോഗത്തിനെ നമുക്കൊരാളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ഇത് ജനറ്റിക്കലി നമ്മുടെ വാൽവ്സിന് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒരാൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ നോർമലായിട്ട് അപ്പോൾ ഇരിക്കുന്ന വാൽവുകൾക്ക് പോലും ഈ ജനറ്റിക്കൽ ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് പിന്നീട് പ്രൊട്ടക്ഷൻ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ആ വാൽവുകളും കേടായി വെരിക്കോസ് വെയിൻ തിരിച്ചു വരുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ഒരു കംപ്രഷൻ ഗാർമെൻറ്റ് ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതചര്യയുടെ ഭാഗം ആകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ സർജറി വളരെ സിമ്പിളായിട്ടൊരു സർജറിയാണ്. ആരും ആ സർജറിയെ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ വേഗത്തിലും നീറ്റായിട്ടും പ്രത്യേകിച്ച് ഒരു മുറിവുമില്ലാതെയും ചെയ്ത് തീർക്കാവുന്ന ഒരു സർജറിയാണ് വെരിക്കോസ് വെയിൻ സർജറി.